ദൈവത്തിന് സ്തുതി. MJTV സഭാവാർത്തകളിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുൽക്കൂട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം മിക്കവാറും ലോകത്തിലെ എല്ലാവരും തന്നെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വേർതിരിവ് കാട്ടാതെ പുൽക്കൂടുകൾ കെട്ടിയും ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ കിടത്തിയുമൊക്കെ തിരുപ്പിറവിയെ ആഘോഷമാക്കാറുണ്ട്. ഫ്രാൻസിസ് അസീസി ഇറ്റലിയിൽ നിർമ്മിച്ച പുൽക്കൂടിൻ്റെ അതേ മാതൃകയിൽ തന്നെ വത്തിക്കാനിൽ പുൽക്കൂട് ഒരുങ്ങുന്നുവെന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ മീഡിയ പുറത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഏറെ കൗതുകകരവും ഒപ്പം ആകാംക്ഷ ഉണർത്തുന്നതുമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 7 വരെ നീളുന്ന പ്രദർശനത്തിൽ അസീസിയുടെ പുൽക്കൂടിന് പുറമെ 100 പുൽക്കൂടുകൾ കൂടി ഒരുങ്ങുന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരം തന്നെയാണ് ഇതിന് വേദിയാകുന്നത്. 2025 ജൂബിലി വർഷത്തിന് മുന്നോടിയായിട്ടാണ് പ്രദർശനങ്ങൾ ഒരുങ്ങുന്നത്. ഡിസംബർ 8 തീയതി വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന പ്രദർശനം തീർത്തും സൗജന്യമായിരിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പ്രദർശനത്തിന് നൽകിയിരിക്കുന്ന പേര് 100 നേറ്റിവിറ്റി സീൻസ് ഇൻ ദി വത്തിക്കാൻ എന്നാണെങ്കിലും ഇറ്റലി, ക്രൊയേഷ്യ, സ്പെയിൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 120-ന് മുകളിൽ പുൽക്കൂടുകൾ ഇവിടെ ഒരുങ്ങുമെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇറ്റലിയിലെ വിദ്യാലയങ്ങളും വിവിധ സംഘടനകളും ഒപ്പം ഇറ്റലിയിലെ ജയിൽ പുള്ളികളും പ്രദർശനത്തിൽ തങ്ങളുടെ പുൽക്കൂടുകൾ അണിയിച്ചൊരുക്കും. പ്രദർശനം ആരംഭിക്കുന്ന ദിവസമായ ഡിസംബർ 8-ന് ഉദ്ഘാടനത്തിന് ശേഷം കുട്ടി കലാകാരന്മാരുടെ മനോഹരമായ സംഗീതവും ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ എല്ലാം മനോഹരമാവട്ടെ. ദൈവത്തിന് സ്തുതി.